വടക്കൻ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കാര്യമായി മഴ പെയ്യുന്നുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴ ഇനിയും തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. ഇന്നലെ രാത്രിയും ഇന്ന് പകലും പെയ്ത മഴയിൽ സംസ്ഥാനത്ത് പലയിടത്തും കെടുതികളുണ്ടായി. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് ഇന്നലെ രാത്രി മുതൽ മഴ ശക്തമായത്. കോഴിക്കോട് ജില്ലയിലെ പലയിടത്തും ഉച്ചവരെ ശക്തമായ മഴ പെയ്തു. മലപ്പുറം ജില്ലയിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴ പെയ്തെങ്കിലും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. നീലഗിരിയിൽ മഴ തുടരുന്നതിനാൽ മലപ്പുറം വഴിക്കടവിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ പുഞ്ചക്കൊല്ലി, അളയ്ക്കൽ ആദിവാസി നഗറുകൾ ഒറ്റപ്പെട്ടു. തൃശൂർ കുന്നംകുളത്ത് ശക്തമായ മഴയിൽ മരക്കൊമ്പൊടിഞ്ഞ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ വീണ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ഏറെ നേരം ഭാഗികമായി വാഹനഗതാഗതം തടസ്സപ്പെട്ടു. മാളയിൽ പുത്തൻചിറയിൽ ശക്തമായ മഴയിൽ വീടിന്റെ അടുക്കള വശത്തേക്ക് കരിങ്കൽ ഭിത്തി ഇടിഞ്ഞു വീണു. ഇന്നലെ രാത്രി ശക്തമായ മഴ പെയ്തതോടെ കോട്ടയം ജില്ലയിലെ പലയിടങ്ങളിലും വെള്ളം കയറി. പുതുപ്പള്ളി, കൈതപ്പാലം ഭാഗത്ത് നിരവധി കുടുംബങ്ങളെ ഒഴിപ്പിച്ചു. കോട്ടയം, ചങ്ങനാശ്ശേരി താലൂക്കുകളിലായി 2 ക്യാമ്പുകൾ തുറന്നു. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ രാത്രികാല യാത്ര നിരോധിച്ചു. പുനലൂർ, മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു. തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത്. എറണാകുളം ജില്ലയിലെ അങ്കമാലി, കാലടി, വടക്കൻ പറവൂർ മേഖലകളിലും രാവിലെ ശക്തമായ മഴ തുടർന്നു. മഴക്കെടുതി നേരിടാൻ സംസ്ഥാനം സജ്ജമെന്ന് മന്ത്രിമാരായ കെ രാജനും എം ബി രാജേഷും അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഓരോ സ്ഥലത്തും പെയ്യുന്ന മഴയുടെ കാര്യം പറഞ്ഞ് പ്രേക്ഷകർ അന്വേഷണം തുടങ്ങി. പല ആൾക്കാരും അവധിയുണ്ടോ എന്ന് ചോദിക്കുന്നു. പല സ്ഥലത്തും നല്ല ഹെവി റെയിൻ ആണെന്ന് ഒരുപാട് പ്രേക്ഷകർ നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവധിയുടെ കാര്യമൊക്കെ നമുക്ക് പറയാം. എവിടെയെങ്കിലും അവധി ഉണ്ടോ എന്ന് ഞാൻ ആദ്യം ഒന്ന് അന്വേഷിക്കട്ടെ.